ജോലിക്ക് അങ്ങ് ഇറങ്ങിയിരിക്കുന്നത്. വേറെ ഒരു ജോലിയില്ല. മര്യാദയ്ക്ക് നിൽക്കാൻ ആവശ്യം പോലെ സ്ഥലമുണ്ട്. നെഞ്ചും പിരിച്ച് ഇങ്ങനെ നിന്നു കൊടുക്കുകയാണ്. എന്നിട്ട് ആണുങ്ങളെ അവമാനപ്പെടുത്തും. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇവരൊക്കെ എന്തുദ്ദേശിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മര്യാദയ്ക്ക് നിൽക്കാനുള്ള ആവശ്യം പോലെ സ്ഥലമുണ്ട്. അവിടെ ഇരിക്കുന്ന സീറ്റ് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത്. ആ സ്ത്രീയുടെ അവിടെ തിരിഞ്ഞ് നിന്ന് സീറ്റ് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ആ കൈ കൊണ്ട് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവരെ ദേഹത്ത് തട്ടത്തില്ല. ബസ്സിൽ തിരക്കുള്ളപ്പോൾ ചിലപ്പോൾ യാദൃശ്യമായിട്ട് പോക്കറ്റൊക്കെ തപ്പുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്തൊന്നും തട്ടുന്നില്ല. മര്യാദയ്ക്കാണ് കളിക്കുന്നത്. അയാൾ ഈ വക കാര്യങ്ങളൊന്നും അറിയുന്നതുമില്ല. ഇവള് കണ്ടോ അങ്ങോട്ട് കൊണ്ട് വെച്ച് ചേർത്ത് കൊടുക്കുന്നതാണ്. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് അറിയാം. അവളാണ് അങ്ങോട്ട് ചരിഞ്ഞു കൊടുക്കുന്നത്. ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒരിക്കലും തീരാത്ത പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡായി മാറും എന്നുള്ളത് ഒരിക്കലും ഇവിടെ വിചാരിച്ചില്ല. സംഭവം യഥാർത്ഥത്തില് പെണ്ണുങ്ങൾക്ക് മുഴുവനോട് ട്രെൻഡാക്കി ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ സത്യത്തില് ഒരു ആണിന് പോലും ഒരു സമാധാനത്തോട് കൂടിയിട്ട് ഇപ്പോ ഒരു ബസ്സിലും കയറി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു അവസ്ഥയാണ് പല പെണ്ണുങ്ങളെ കാരണം കൊണ്ട്. ഇതിലിപ്പോ അവര് സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അഥവാ എന്നിട്ട് അതിൽ അവള് കൊടുത്തിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഇത് സമൂഹത്തിലേക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ എന്റെ ചോദ്യം എത്ര മാത്രമാണ്, നിങ്ങൾ സമൂഹത്തിലേക്ക് വിട്ടു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാലുള്ള ക്യാപ്ഷനിൽ നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ആക്കുമ്പോൾ നിങ്ങളെ എന്താണ് സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്? എന്താണ് മോളെ നീ ചെയ്തത് അടിപൊളിയാണ്. എന്തോന്നടാ ഇത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയ ഇതൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ അഫ്സ KSRTC ശേഷം വായുവിലൂടെ പറന്നു നടക്കാനായിട്ട് പുതിയൊരു തലേത്തുണി കൊച്ചും കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ KSRTC മാറി ഒരു പ്രൈവറ്റ് ബസ്സായി മാറിയിരിക്കുകയാണ്. എന്റെ പൊന്നു പെങ്കൊച്ച്, നിന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ആ നിൽക്കുന്ന ആള് കുറെ നേരമായിട്ട് മര്യാദ ഇല്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു വീഡിയോ എടുത്തതിന്റെ 1% സമയം മതി അവന്റെ കർണം അടിച്ച് പൊട്ടിച്ചുകൊണ്ട് നീ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ബസ്സിനകത്തുള്ള ഒരാളെങ്കിലും നിന്റെ കൂട്ടത്തിൽ നിൽക്കത്തില്ലേ? നിനക്ക് വീഡിയോ എടുക്കണമെന്ന് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നീ ആ പ്രതികരിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഇപ്പൊ കിട്ടുന്നതിന്റെ 10 ഇരട്ടി റീച്ച് നിനക്ക് കിട്ടും. നിന്റെ ഒപ്പം തന്നെ എല്ലാ ആളുകളും നിൽക്കും. ഇതാ ക്യാമറ ഓണക്ക് ഒന്ന് മുട്ടയേട്ടാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് ആ പുള്ളി ഇറങ്ങി പോകുന്ന സമയത്ത് നിനക്കിട്ട് തട്ടുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് എനിക്കത് മനഃപൂർവ്വം അയാൾ ഇടിച്ചിട്ട് പോകുന്നതാണെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ, KSRTC ബസ് ആയിക്കോട്ടെ, സാധാരണയായി തിരക്കുള്ള ബസ്സുകളിൽ കയറുമ്പോഴത്തേന് മുട്ടിയൊരുമി നിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നു.